ഓക്കെ ഈഡൻ. ഓട്ടിക്കാൻ പുതിയായിട്ട് വയ്യ. കമോൺ കമോൺ കമോൺ. ആ അകത്തൊന്നും മാറ്റിയില്ല നമ്മൾ, ഇന്റീരിയർ ഒന്നും മാറ്റിയില്ല, എക്സ്റ്റീരിയറും എൻ്റെ അമ്പോ ആ വണ്ടിയേ അല്ലടാ ഇത്. പറക്കാൻ പോകണം. ഒരുത്തം മരണം. നിനക്ക് എവിടെ പോണ ചാവായി? റിവൈസ് പോണാവായി. അവൻ നിന്നെ റിവൈസ് ചെയ്യത് ഒത്തിരി പവറുടായി. എഞ്ചിനൊക്കെ മാറ്റി ഇതാണ് ഉപയോഗം. ഓൾ വീൽ ഡ്രൈവ് നമ്മൾ ആക്കിയത് കൊണ്ടാണ് ഈ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. കോർണറൊക്കെ എടുക്കുമ്പോൾ വയ്ക്കും. ഓൾ വീൽ ഡ്രൈവ് അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിപ്പം വിളവാരം പോയാൽ. ഓൾ വീൽ ഡ്രൈവ് ആക്കുക. ഏത് വണ്ടി എടുത്താലും ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ആക്കി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിൽക്കും വണ്ടി. ഈ മരുഭൂമിയിൽ വെളി കിടക്കാം. ടർബോയിലെ പവർ, ഗിയർ ഷിഫ്റ്റിംഗ് ആണ് കിട്ടിയില്ല. സാധനമുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ ചാനലിനകത്ത് ഗെയിമിംഗ് വീഡിയോസ് മാത്രമായിരിക്കും വന്നത്. ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഫോർസ ഹൊറൈസൺ 5 എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത്. അടുത്ത മാസം 28-ാം തീയതി വരെ സ്ട്രൈക്ക് ഉണ്ട്. അപ്പം വീഡിയോ അക്കൗണ്ട് ബ്ലോക്ക് ആയതാണ്. ശവമ എൻ്റെ വണ്ടി പിടിച്ചത്. അയ്യോ, എവനെയൊന്നും പിടിക്കാൻ പോലും പറ്റില്ല. ഈ വണ്ടി കൊണ്ട് GTR കൈ തട്ടിയതാണ്. അയ്യോ, ഒരു പോസ്റ്റ് KSFയിലൊക്കെ ഒരു പോസ്റ്റ്. ഇവനെയൊക്കെ ചീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഇവൻ എന്തിനാണ് മാപ്പ് നിന്ന് നോക്കിയാൽ മാപ്പ് കണ്ട മാപ്പ് അവനെ പറ്റിക്കുക. നേരെ കയറിപ്പോൾ നേരെ പോയി മാപ്പ് വെട്ടിച്ച് നമുക്ക് അപ്പുറം തുടങ്ങാം. ഈ വണ്ടിയും കൊണ്ട് നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ അതേ ഒരു മാർഗമുള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും പറ്റിയാത്തയായും ഇതാണ് ഏറ്റവും വലിയ മാർഗം ജയിക്കാനായിട്ട്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് പവർ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ഈ വണ്ടി റേസിനൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളിതൊക്കെ ചുമ്മാ ഒന്ന് ഷോ അടിക്കാനേ കൊണ്ടുവന്നോ. അങ്ങനെയൊക്കെ ഉള്ള നമ്മളടുത്ത് റേസ് വെച്ചാൽ നമ്മൾ ജയിക്കും. ഇങ്ങനെ ജയിക്കും. മനസ്സിലായ? യുദ്ധത്തിലും പ്രണയത്തിലും മാർഗമില്ല, ലക്ഷ്യമുള്ളൂ എന്നാണ് മറ്റേ അങ്ങേര് പറഞ്ഞത്. അങ്ങേര് ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് വണ്ടിയിലെ ഓവറോൾ ലുക്ക്. ഡാമിൽ കൂടെയാണ് പോണത്. വേനലായതുകൊണ്ട് വിഷയമില്ല. അങ്ങനെ സ്ട്രൈക്ക് കിട്ടിയ സ്ഥലം പറഞ്ഞത്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അതിങ്ങനെ ടൈപ്പ് ചെയ്ത് അങ്ങനെ കിട്ടിയാൽ ഈസിയാണ് ഡൗൺലോഡ് ചെയ്യാൻ, സിമ്പിളായിട്ട് ചെയ്യാം. ഇവരുടെ വണ്ടി കിട്ടില്ല. ഞാൻ ബുഗാട്ടിയാളെ പോയത് ഫ്രണ്ടെ. എന്തിടെ വണ്ടി എടുത്തപ്പോഴുള്ള പവറൊന്നും അല്ല. 73,000 രൂപ നമ്മൾ ചുമ്മാ അല്ല കൊടുത്തത്. പെയിൻറ്റ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. ചിലപ്പോൾ പെയിൻറ്റ് കാട്ടിനെ പറഞ്ഞത് വേറെ ഏതെങ്കിലും വണ്ടി ഇതുപോലെ പണിയണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ നമുക്ക് പണിയാം. നമ്മൾ കുറേ വണ്ടി പണി ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒന്നും വലുതായിട്ട് ഇടുന്നതല്ല. ലൈവ് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ലൈവ് ഇടാൻ പറ്റുള്ളൂ. 500 സബ്ബെങ്കിലും ആവണം. ഇടിച്ച് വണ്ടി ഇഷ്ടപ്പെട്ട ഗൈസ്. വീല് എന്നടാ വീല്.
ഹായ് തെങ്ങും പാടം, ചേ ചോളപ്പാടം. നിങ്ങൾ ചോദിക്കണേ ഇവ എന്താണ് റോട്ടിൽ കൂടെ കയറ്റി ഓട്ടിക്കാത്തത്? ഈ വണ്ടിയൊക്കെ ചുമ്മാ എന്തിൻ്റെ റോട്ടിൽ കൊണ്ടുപോകണം? നമ്മൾ ഗ്രാമത്തിലായിപ്പോയി കഴിച്ചു. ഇനി ഇവിടെ നിന്ന് നാട്ടിൽ പോകണം. നാട് കാണിച്ചു തരാം. എന്താ ഈ മാപ്പ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് കളിച്ച്. ഇവിടെ ഒരു സാധനമുണ്ട്, എയർപോർട്ട്. മറ്റേ എല്ലാവരും വന്നിട്ട് പറക്കണില്ലേ, അതിവിടെയാണ് കൈസ്. വേണമെങ്കിൽ നമുക്ക് അങ്ങ് പോയി പറത്താം. 1 മിനിറ്റ് 20 മിനിറ്റ് നമുക്ക് അവിടെ പോയി ഒരു പറത്തം പറത്താം. നമുക്ക് എയർപോർട്ടിൽ പോയി ഒരു പറത്താണ്. ഒടിവ് ഇങ്ങനെയാണ് ഒടിവ്, പക്ഷെ വലിയ വിഷയമുള്ള കേസല്ല. നമ്മൾ ചവിട്ടി ബ്രേക്ക് ഔട്ടി ഓടിച്ചാൽ അത് കിട്ടും. ഓൺലൈൻ ഡ്രൈവ് ആയതുകൊണ്ട് പൊളിയാണ്. സോറി കുഴപ്പമില്ല. 6 ഇയർ സീനില്ല. ഇത് നമ്മളെ പാലം കടക്കുകയൊന്നുമില്ല, 6 കടക്കുകയൊന്നുമില്ല. കിട്ടുമ്പോൾ തന്നെ അങ്ങ് അടിച്ച് വിട്ടോണം. അയ്യോ 6 മാക്സിമം സ്പീഡ് 6 ഗിയർ. ഇങ്ങോട്ട് ഒതുക്കിയതാണ്, ഇങ്ങോട്ട് പിടിച്ച്. എയർപോർട്ട് ഇത്ര ദൂരം ഉണ്ടായിരുന്നു. കുതിരാന്തരം ഇതിൻ്റെ ജിപ്സിയും മറ്റേ ഓട്ടോറിക്ഷയും പോലെ ആയിപ്പോയി. നല്ല പ്രകൃതി. ഇതിനകത്ത് കയറ്റിയാൽ അടിച്ചത്. ഫൈനൽ ഡെസ്റ്റിനേഷനിലൊക്കെ മറ്റേ ലാസ്റ്റ് ഇതൊക്കെ അല്ലേ ഇവിടെ സ്ഥലം? $139 തന്നെ കേട്ടോ. നമ്മളിനി ട്രാൻസ്മിഷനൊക്കെ മാറ്റി ചെയ്താലേ ഇതുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് ഇത് കിട്ടില്ല, നമ്മളെ വണ്ടിയിലെ സ്റ്റെബിലിറ്റി കിട്ടും. ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, എന്തോരോ വരണമാണ്. അയ്യോ ഓക്കെ പോയി. മൂന്നാറുള്ള ആൾക്കാർ എയർപോർട്ടിൽ പോയി പോയി എറണാകുളത്ത്. ഇത്ര ദൂരം 1.4 മൈല്. വലിയ മരം ഇടിച്ചാൽ പിഴുതു പോകുന്നുണ്ടായി.
വസിക്കട്ടെ വസിക്കട്ടെ എവിടെയോ സിംഗപ്പൂരിൽ നുണയോ. ആഹാ ആഹാ എയർപോർട്ട് എത്തി ഗൈസ്. എയർപോർട്ട് എത്തി ഗൈസ്. നമ്മൾ ഇന്ന് ഈ വണ്ടി പറത്തും. പറയ ഗൈസ്, പാലം കടന്ന് പോവോ ഇല്ലയോ? ഫ്ലൈ ഗൈസ്. വണ്ടി വേണേ മൊത്തം കണ്ടോ. ഇതാണ് വണ്ടി. വണ്ടി ഇപ്പം നോക്കുക എവിടെ പറക്കാം. ഇത് പറക്കുന്നില്ല. ടോപ്പ് സ്പീഡ് 139. ഇല്ല, കുരുവി സിനിമയിലെ വിജയായിരുന്നെങ്കിൽ കടിച്ചു വലിയായിരുന്നു ഗിയർ ബോക്സിനകത്ത്. മൈ ഗോഡ്. വെള്ളം അലർജിയാണ് തോന്നുന്നു. കറങ്ങി റോട്ടി ഇറങ്ങും. മണ്ണി പണിയത് എഞ്ചിനൊക്കെ സെറ്റ് ആക്കിക്കൊണ്ട് പോകും. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ GMC സ്റ്റോക്ക് വണ്ടി എടുത്ത് അത് പണി ചെയ്ത് നമ്മൾ പറപ്പിക്കാൻ പോണതാണ്. അതിനിടയ്ക്ക് നടക്കുന്ന കോലാഹലങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ ചാനലിൽ ഗെയിം വീഡിയോസ് മാത്രമായിരിക്കും പറഞ്ഞത്. ഈ വണ്ടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അറിയാം. ഇപ്പോൾ നമ്മൾ പണി ചെയ്തിറക്കിയതാണ്. ടോപ്പ് സ്പീഡ് 139 പോകണുള്ളൂ. നേരത്തെ 50 പോലും പോകാത്ത വണ്ടിയായിരുന്നു. വണ്ടിയിലെ പെയിൻ്റൊക്കെ വൈറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പറഞ്ഞാൽ നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇതാണ് ഗൈസ് ഇപ്പോൾ ഈ വണ്ടിയിലെ കുറച്ച് ഓവറോൾ റിവ്യൂ. പിന്നെ എക്സ്ട്രാ റിവ്യൂസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. വന്നതിൻ്റെ കേസ് നമുക്കൊരു ടോപ്പ് സ്പീഡോടെ നോക്കിയിട്ട് പോകും. നോ മോർ എക്സ്ട്രാ സ്പീഡ്. ഓക്കെ, അയ്യോ പോക്കാം.